ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ടിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ടിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള ദി ഫാമർ എന്ന പോയമും അതിലുള്ള ആക്ടിവിറ്റീസുമാണ്. വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വി ആൾ അഡ്മയർ ഹീറോസ്. നമ്മളെല്ലാവരും ഹീറോസിനെ അഡ്മയർ ചെയ്യുന്നു, ആരാധിക്കുന്നു, നായകന്മാരെ. ഹു ഈസ് യുവർ ഹീറോ? നിങ്ങളുടെ ഹീറോ ആരാണ്? ഹിയർ ഈസ് എ പോം സെലിബ്രേറ്റിംഗ് ദി അൺസങ് ഹീറോസ് ഓഫ് ദി വേൾഡ്. ഇവിടെ ഒരു പോം ഉണ്ട്, ആരെക്കുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? ലോകത്തിലെ പാടാത്ത ഹീറോസിനെ കുറിച്ചിട്ടില്ലേ, അൺസങ് ഇല്ലേ, വാഴ്ത്തപ്പെടാത്ത ഹീറോസ്, നായകന്മാരെ കുറിച്ചിട്ട് ഉള്ള ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോയമാണ് ഇവിടെ ഉള്ളത്. ആരെ കുറിച്ചിട്ടാണല്ലേ? ദി ഫാമർ അല്ലേ, ലോകത്തിൽ ആരും വാഴ്ത്തപ്പെടാത്ത നമ്മുടെ ഹീറോസ് ആരാണ്? ഫാമേഴ്സാണ്, കർഷകരാണ്. ദി ഫാമർ, കർഷകൻ. ദി കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ. കിങ് മീൻസ് രാജാവ്, ലാൻഡ് മീൻസ് കര അല്ലേ, സീ മീൻസ് കടൽ. അപ്പോൾ ദി കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ അല്ലേ, രാജാവിന് റൂൾ ചെയ്യാം, എവിടെയൊക്കെ? നമ്മുടെ കരയിലും കടലിലും ഭരിക്കാം അല്ലേ, റൂൾ ചെയ്യാം. ദി ലോർഡ് മേ ലീവ് റൈറ്റ് റോയലി. ദി ലോർഡ് അല്ലേ, യജമാനന് എങ്ങനെയൊക്കെ ജീവിക്കാം? മേ ലീവ് റൈറ്റ് ലോയലി അല്ലേ, രാജകീയമായിട്ട് റോയലി ആയിട്ട് ജീവിക്കാം, ലീവ് ചെയ്യാം. ദി സോൾഡിയർ റൈറ്റ്സ് ഇൻ പോംപ് ആൻഡ് പ്രൈഡ്. പോംപ് മീൻസ് ആഡംബരം, പ്രൈഡ് മീൻസ് അഭിമാനം. ഇപ്പം നമ്മുടെ സോൾഡിയേഴ്സിന്, അതായത് പട്ടാളക്കാരൻ അഭിമാനത്തോടെയും ആഡംബരത്തോടെയും സവാരി ചെയ്യുന്നില്ലേ, റൈഡ്സ് ചെയ്യുന്നു അല്ലേ. പട്ടാളക്കാർ ആഡംബരത്തോടെയും അഭിമാനത്തോടെയാണ് സവാരി ചെയ്യുന്നത് അല്ലേ, റൈഡ് ചെയ്യുന്നത്. ദി സെയിലർ റോംസ് ഓവർ ഓഷ്യൻ വൈഡ്. സെയിലർ മീൻസ് നാവികൻ. നാവികൻ എന്താണ്? സമുദ്രങ്ങളിൽ വിശാലമായിട്ട് കറങ്ങുന്നു അല്ലേ, ഓഷ്യൻ വൈഡ്. അതായത് സമുദ്രങ്ങളിലൊട്ടാകെ എന്താണ്? ഓവറായിട്ട് റോം ചെയ്യുന്നു, അതായത് കറങ്ങുന്നു അല്ലേ, സെയിലർ. നാവികൻ സമുദ്രങ്ങളിൽ വിശാലമായിട്ട് കറങ്ങുന്നു. ബട്ട് ദിസ് ഓർ ദാറ്റ് അല്ലേ, ബട്ട് പക്ഷേ, ഇതോ അതോ അല്ലേ, ദിസ് ഓർ ദാറ്റ്. വാട്ട് എവർ ബി ഫാൾ അല്ലേ, എന്ത് സംഭവിച്ചാലും, വാട്ട് എവർ എന്തായാലും അല്ലേ, എന്ത് വീഴ്ച വന്നാലും, എന്ത് സംഭവിച്ചാലും. ദി ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ആൾ. നമ്മുടെ കർഷകൻ ഫാമറാണ്, അവർക്കെല്ലാം ഭക്ഷണം നൽകണം അല്ലേ, എന്തൊക്കെ സംഭവിച്ചാലും. അതോ ഇതോ എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ കർഷകനാണ് അവർക്കെല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് അല്ലേ. കർഷകനല്ലേ, ദി ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ആൾ അല്ലേ, എല്ലാവർക്കും ഫീഡ് ചെയ്യുന്നത്, ഭക്ഷണം നൽകേണ്ടത് ഫാമറാണ് അല്ലേ. നമ്മുടെ കിങ്ങിന്, രാജാവിന് കരയും കടലും ഒക്കെ എന്താണ്? ഭരിക്കാം, റൂൾ ചെയ്യാം. ലോഡിന്, യജമാനന്മാർക്ക് റോയലി ആയിട്ടില്ലേ, നല്ല രാജകീയമായിട്ട് ജീവിക്കാം. പട്ടാളക്കാർക്ക് അഭിമാനത്തോടെ സവാരി ചെയ്യാം അല്ലേ, സോൾഡിയേഴ്സിന്. സെയിലേഴ്സിന്, അതായത് നമ്മുടെ നാവികൻ സമുദ്രത്തിൽ ഇങ്ങനെ കറങ്ങാം അല്ലേ, നാവികന്മാർക്ക്, സെയിലേഴ്സിന്. പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കേണ്ടത് ആരാണ്? നമ്മുടെ ഫാമറാണ്, കർഷകരാണ് ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നത്, അവരെല്ലാം ഫീഡ് ചെയ്യിപ്പിക്കുന്നത്. ദി റൈറ്റർ തിങ്സ്, ദി പോയിറ്റ് സിങ്സ്. ദി റൈറ്റർ തിങ്സിലെ, എഴുത്തുകാരൻ, റൈറ്റേഴ്സ് തിങ്ക് ചെയ്യുന്നു, ചിന്തിക്കുന്നു. ദി പോയിറ്റ് സിങ്സ്, പോയിറ്റ് കവികൾ പാടുന്നു, സിങ് ചെയ്യുന്നു. ദി ക്രാഫ്റ്റ്മാൻ ഫാഷൻ വണ്ടറസ് തിങ്സ്. ദി ക്രാഫ്റ്റ്മാൻ അല്ലേ, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ, കരകൗശല വിദഗ്ധർ അല്ലേ, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആൾ, അവരെന്ത് ചെയ്യുന്നു? അത്ഭുതകരമായ കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നു അല്ലേ. ഫാഷൻ വണ്ടറസ് തിങ്സ്, അതായത് വണ്ടേഴ്സ്, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുണ്ടാക്കുന്നത് അല്ലേ, ഫാഷൻ ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നു. ദി ഡോക്ടർ ഹീൽസ് അല്ലേ, ഡോക്ടേഴ്സ് എന്താണ്? സുഖപ്പെടുത്തുന്നു, ഹീൽ ചെയ്യുന്നു. ദി ലോയർ പ്ലീഡ്സ് അല്ലേ, നമ്മുടെ വക്കീൽ, ലോയേഴ്സ് എന്താണ്? പ്ലീഡ്സ് ചെയ്യുന്നു അല്ലേ, കോടതിയിലൊക്കെ വാദിക്കുന്നു, അത് അപേക്ഷിക്കുന്നു അല്ലേ. ദി മൈനർ ഫോളോസ് ദി പ്രിഷ്യസ് ലീഡ്സ്. മൈനർ മീൻസ് ഖനിത്തൊഴിലാളികൾ, അതായത് നമ്മുടെ സ്വർണവും വെള്ളിയൊക്കെ ഖനിയിലേക്ക് കുഴിച്ചെടുക്കുന്നവർ, മൈൻ ചെയ്യുന്നവർ. മൈനേഴ്സ് ഫോളോസ് ദി പ്രിഷ്യസ് ലീഡ്സ്. അവരെന്താണ് ഫോളോ ചെയ്യുന്നത്, പിന്തുടരുന്നത്? വിലയേറിയ വഴികളാണല്ലേ, പ്രിഷ്യസ് ആയിട്ടുള്ള വഴികളാണ്, ലീഡ്സിനെയാണ് പിന്തുടരുന്നത്. ബട്ട് ദിസ് ഓർ ദാറ്റ്, പക്ഷേ ഇതോ അതോ. വാട്ട് എവർ ബി ഫാൾ, അത് എന്തുമാവട്ടെ, എന്ത് സംഭവിച്ചാലും അല്ലേ, വാട്ട് എവർ ബി ഫാൾ അല്ലേ, എങ്ങനെയൊക്കെ വീഴ്ച പറ്റിയാലും, എന്ത് സംഭവിച്ചാലും. ദി ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ആൾ. നമ്മുടെ ഫാമർ, കർഷകനാണ് അവർക്കെല്ലാം ഭക്ഷണം നൽകുന്നത്. മസ്റ്റ് ഫീഡ് ദം ആൾ, എല്ലാവർക്കും ഭക്ഷണം നൽകണം അല്ലേ, കർഷകനാണ് എല്ലാവർക്കും ഭക്ഷണം നൽകേണ്ടത് അല്ലേ. റൈറ്റർ ചിന്തിച്ചാലും, പോയിറ്റ് സിങ് ചെയ്താലും, ക്രാഫ്റ്റ്മാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയാലും, ഡോക്ടേഴ്സ് രോഗികളെ ചികിത്സിച്ചാലും, ലോയർ പ്ലീഡ്സ് ചെയ്താലും, മൈനേഴ്സ് അവരുടേതായിട്ടുള്ള പ്രിഷ്യസ് ലീഡ്സ് ഫോളോ ചെയ്താലും, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഭക്ഷണം നൽകേണ്ടത് ആരാണ്? ഫാമറാണ്, കർഷകരാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ഇമ്പോർട്ടൻറ്റ്? കർഷകനാണ് നമ്മുടെ ഹീറോ അല്ലേ, ഫാമേഴ്സാണ് നമ്മുടെ ഹീറോസ്. ദി മെർച്ചൻറ്റ് ഹി മേ ബൈ ആൻഡ് സെൽ. ദി മെർച്ചൻറ്റ്, കച്ചവടക്കാരൻ, ഹി മേ ബൈ ആൻഡ് സെൽ, സാധനങ്ങൾ വാങ്ങുകയും ബൈ ചെയ്യുകയും സെൽ ചെയ്യുക, അത് വിൽക്കുകയും ചെയ്യാം അല്ലേ. ദി മെർച്ചൻറ്റ് ഹി മേ ബൈ ആൻഡ് സെൽ, കച്ചവടക്കാരൻ സാധനങ്ങളിലെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ദി ടീച്ചർ ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ. ടീച്ചേഴ്സ്, അധ്യാപകർ അവരുടെ കടമ, ഡ്യൂട്ടി എന്താണ്? നന്നായി ചെയ്യുന്നു അല്ലേ, ഡ്യൂട്ടി വെൽ നന്നായി ചെയ്യുന്നു. ബട്ട് മെൻ മേ ടോയിൽ ത്രൂ ബിസി ഡേയ്സ്.
ടോയിൽ മീൻസ് അധ്വാനം അല്ലേ. ടോയിൽ ത്രൂ ബിസി ഡേയ്സിലെ തിരക്കുള്ള ദിവസങ്ങളിലൂടെ അധ്വാനിച്ചേക്കാം അല്ലേ. എന്നാൽ മെൻ എന്താണ് തിരക്കുള്ള ദിവസങ്ങളിൽ അധ്വാനിച്ചേക്കാം അല്ലെ. അധ്വാനിച്ചേക്കാം ത്രൂ ബിസി ഡേയ്സിലെ തിരക്കുള്ള ദിവസങ്ങളിൽ അധ്വാനിച്ചേക്കാം. ഓർ മെൻ മേ സ്ട്രോൾ ത്രൂ പ്ലസൻറ്റ് വേസ്. പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല സന്തോഷമുള്ള അല്ലേ സുഖകരമായിട്ടുള്ള വഴിയിലൂടെ നടന്നേക്കാം, വേയിലൂടെ സ്ട്രോൾ ചെയ്തേക്കാം, നടന്നേക്കാം. ഒന്നെങ്കിൽ മെന്നിലെ തിരക്ക് പിടിച്ച ബിസി ഡേയ്സിലൂടെ അധ്വാനിച്ചേക്കാം, ടോയിൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ മനുഷ്യർ എങ്ങനെയാണ് പ്ലസൻറ്റ് വേസിലൂടെ സുഖകരമായിട്ട് നല്ല സന്തോഷിച്ചിട്ട് അല്ലെ അതിലൂടെ സ്ട്രോൾ ചെയ്തേക്കാം. തിരക്ക് പിടിച്ച ദിവസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള സുഖകരമായ വഴിയിലൂടെ ആയിരിക്കാം നടക്കുന്നത്. ഫ്രം കിങ് ടു ബെഗർ വാട്ട് എവർ ബിഫാൾ ദി ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ആൾ അല്ലേ. ഫ്രം കിങ് ടു ബെഗർ, ബെഗർ മീൻസ് ഭിക്ഷക്കാരൻ അല്ലേ, ബെഗ് ചെയ്യുന്ന ആൾ അല്ലേ, യാചകൻ ബെഗർ. ഫ്രം കിങ് ടു ബെഗ് അല്ലേ, രാജാവ് മുതൽ ബെഗർ വരെ, ഭിക്ഷക്കാരൻ വരെ. വാട്ട് എവർ ബി ഫാൾ അല്ലേ, എന്ത് സംഭവിച്ചാലും അല്ലേ, വാട്ട് എവർ ബി ഫാൾ ദി ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ആൾ അല്ലേ, അവർക്കെല്ലാം അല്ലേ, കർഷകനാണ് അവർക്കെല്ലാം ഭക്ഷണം നൽകണം അല്ലേ. കർഷകൻ ദി ഫാമർ കർഷകൻ, ഹി മസ്റ്റ് ഫീഡ് ദം ആൾ അല്ലേ, അവർക്കെല്ലാം ഫീഡ് ചെയ്യണം, ഭക്ഷണം നൽകണം. ആരാണ്? ഫാമറാണ് ഇവർക്കെല്ലാം ഭക്ഷണം നൽകുന്നത്. മെർച്ചൻസിലെ അവർ കച്ചവടക്കാർ വാങ്ങുകയും വിൽക്കുകയും, ടീച്ചേഴ്സ് അവരുടെ ഡ്യൂട്ടി പഠിപ്പിക്കുകയും അല്ലെ. മെന്നെ ചിലപ്പോൾ ബിസി ആയിട്ടുള്ള ഡേയ്സിലൂടെ, ചിലപ്പം ബിസി അല്ലാത്ത ഡേയ്സിലൂടെ കടന്നു പോയേക്കാം അല്ലേ. ഫ്രം കിങ് ടു ബെഗർ അല്ലെ, രാജാവ് മുതൽ ഭിക്ഷക്കാരൻ വരെയുള്ള ആളുകൾക്ക് ആരാണ് എന്ത് സംഭവിച്ചാലും ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? നമ്മുടെ ഫാമറാണ്, കർഷകരാണ് അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നത്. ദി ഫാമേഴ്സ് ട്രൈഡ് ഈസ് വൺ ഓഫ് വർത്ത്. ദി ഫാമേഴ്സ് ട്രൈഡ് അല്ലെ, കർഷകൻ്റെ കച്ചവടം, ട്രൈഡ് എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് വർത്ത് അല്ലേ, എന്താണ്? മൂല്യമുള്ള, വേർത്തായിട്ടുള്ള ഒന്നാണ്. വൺ ഓഫ് വേർത്ത് അല്ലേ, കർഷകൻ്റെ കച്ചവടം മൂല്യമുള്ള ഒന്നാണ് അല്ലേ. ഫാമേഴ്സിൻ്റെ ട്രൈഡ്, കച്ചവടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഫാമേഴ്സാണ് എല്ലാ വിളകളും ഇല്ലേ, നെല്ലും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് കർഷകരാണ്. അപ്പോൾ അവരെല്ലാം എല്ലാവരെയും ഫീഡ് ചെയ്യുന്നത് അല്ലെ, അവരാണ് എല്ലാ സാധനങ്ങളും ഓരോ ട്രേഡിന് വേണ്ടി ഇറക്കുന്ന ആളുകൾ. ഹീസ് പാർട്ട്ണർ വിത്ത് ദി സ്കൈ ആൻഡ് എർത്ത്. ഹീസ് പാർട്ട്ണർ അല്ലേ, ആരോട് പാർട്ട്ണറാണ്? വിത്ത് ദി സ്കൈ, ആകാശത്തോടും, വിത്ത് ആൻഡ് എർത്ത് അല്ലേ, ഭൂമിയോടും. ആകാശത്തോടും ഭൂമിയോടും എന്താണ്? അവൻ എന്താണ്? പങ്കാളിയാണ്, പാർട്ട്ണറാണ്. ഹീസ് പാർട്ട്ണർ വിത്ത് ദി സൺ ആൻഡ് റെയിൻ. ഹീസ് പാർട്ട്ണർ അല്ലേ, കർഷകൻ ആരോട് പാർട്ട്ണറാണ്? വിത്ത് ദി സൺ, സൂര്യനോടും, ആൻഡ് റെയിൻ അല്ലേ, മഴയോടും. സൂര്യനോടും മഴയോടും, വെയിലിനോടും മഴയോടും എന്താണ്? പങ്കാളിയാണ്, പാർട്ട്ണറാണ്. ആൻഡ് നോ മാൻ ലോസസ് ഫോർ ഹിസ് ഗെയിൻ. എന്നാൽ നോ മാൻ, ഒരു മനുഷ്യരും എന്താണ്? ലോസ് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുത്തുന്നില്ല. ഫോർ ഹിസ് ഗെയിൻ, അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല അല്ലേ. ഫോർ ഹിസ് ഗെയിൻ, അവരുടെ നേട്ടത്തിന്, കർഷകൻ്റെ നേട്ടം, ഗെയിനിന് വേണ്ടിയിട്ട് ഒന്നും ലോസ് ചെയ്യുന്നില്ല അല്ലേ, ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. ആൻഡ് മെൻ മേ റൈസ് ഓർ മെൻ മേ ഫാൾ അല്ലേ. മെൻ മേ റൈസ് അല്ലേ, മനുഷ്യരെന്താണ്? ഉയർത്തെഴുന്നേൽക്കാം അല്ലേ, റൈസ് ചെയ്യാം അല്ലേ, ഒന്നെങ്കിൽ ഉയരാം. ഓർ മെൻ മേ ഫാൾ, അല്ലെങ്കിൽ എന്താണ്? ആളുകൾ എന്താണ്? വീയാം അല്ലേ, ഫാൾ ചെയ്യാം അല്ലേ, താഴ്ച സംഭവിക്കാം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഉയർച്ച സംഭവിക്കും, അല്ലെങ്കിൽ ഫാൾ ചെയ്യും അല്ലേ, എന്നെങ്കിൽ വീയും. ബട്ട് ദി ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ആൾ അല്ലേ. പക്ഷേ ആരാണ്? എന്നാൽ കർഷകൻ അവർക്കെല്ലാം ഭക്ഷണം നൽകുന്നു. ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ആൾ, എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് ഫാമറാണ്, കർഷകരാണ്. ഈ പോയം ഓവറോൾ ആയിട്ട് എന്താണ് പറയുന്നത്? കർഷകരാണ് എല്ലാവരെയും ഫീഡ് ചെയ്യിപ്പിക്കുന്നത്, ഭക്ഷണം നൽകുന്നത്, അവരാണെല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവർ എന്ത് ജോലി എടുത്തോട്ടെ, അവർക്കെല്ലാം കഴിക്കണമെങ്കിൽ എന്താണ്? ഭക്ഷണം കൊടുക്കണമെങ്കിൽ ആര് വേണം? നമ്മുടെ കർഷകർ വേണം അല്ലേ, ഫാമർ വേണം. ഫാമേഴ്സാണ് നമ്മുടെ ഹീറോസ്. ഓക്കെ, നെക്സ്റ്റ് ഈ പോയത്തിൽ നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെറ്റ്സ് എക്സ്പ്ലോർ ദി പോയം. നമുക്ക് ഈ പോയം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി ലൈൻ ദാറ്റ് ഡിസ്ക്രൈബ് ദി റോൾ ഓഫ് എ കിങ്. പോയത്തിലുള്ള ആ ലൈന് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ദാറ്റ് ഡിസ്ക്രൈബ് ദി റോൾ ഓഫ് എ കിങ്, കിങ്ങിൻ്റെ റോള് ഡിസ്ക്രൈബ് ചെയ്യുന്ന, വിവരിക്കുന്ന, അതായത് കിങ്ങിനെ കുറിച്ച് പറയുന്ന ലൈൻ ഏതാണ്? ഫസ്റ്റത്തെ ലൈനല്ലേ, ദി കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ. ലാൻഡിലും സീയിലും, കരയിലും കടലിലും എന്താണ്? റൂൾ ചെയ്യാൻ, ഭരിക്കാൻ കിങ്ങിന് കഴിയും എന്നുള്ള ആ ഫസ്റ്റത്തെ ലൈനില്ലേ, കിങ്ങിനെ കുറിച്ച് പറയുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന ലൈൻ ആ ലൈനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി ഫാമർ ഈസ് സുപ്പീരിയർ ടു ദി കിങ്. ഡു യു അഗ്രി? എക്സ്പ്ലെയിൻ. ഫാമർ, കർഷകൻ എന്താണ്? കിങ്ങിനേക്കാളും സുപ്പീരിയർ ആണ്, അതായത് മുകളിലാണ് എന്നുള്ളതിന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അഗ്രി ചെയ്യുന്നുണ്ടോ? യെസ് അല്ലേ, അഗ്രി ചെയ്യുന്നുണ്ട്. ബിക്കോസ്, കാരണം, ഇറ്റ് ഈസ് ഫാമർ ഹൂ ഈസ് ദി ഓൺലി വൺ ഹൂ ക്യാൻ പ്രൊവൈഡ് ഫുഡ് ഫോർ കിങ് അല്ലേ. കർഷകന് മാത്രമേ ഉള്ളൂ, ഫാമറിന് മാത്രമേ ഉള്ളൂ എന്ത്? ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക അല്ലേ. കിങ്ങിന് വരെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, കൊടുക്കുന്നത് ആരാണ്? കർഷകനാണ്, ഫാർമറാണല്ലേ. ഹു ഈസ് ദി ഓൺലി വൺ ഹൂ ക്യാൻ പ്രൊവൈഡ് ഫുഡ് അല്ലേ. ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ആകെ ഒരാൾ കർഷകനാണ്. ഫോർ കിങ്, കിങ്ങിന് വരെ ഫുഡ് കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ കർഷകനാണ്, ഫാമറാണ്. അതുകൊണ്ട് തന്നെ കിങ്ങിനേക്കാൾ സുപ്പീരിയർ അല്ലേ, ഒരു പടി മുകളിൽ ആരാണ്? നമ്മുടെ കർഷകൻ തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വേർ ഡസ് ദി സെയിലർ ഗോ. എവിടേക്കാണ് സെയിലർ പോകുന്നത്? അതായത് നാവികൻ അല്ലേ, ഓഷ്യൻ, കടലിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത് അല്ലേ. സെയിലർ ഈസ് ട്രാവലിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ് ദി ഓഷ്യൻ. സെയിലറിലെ നാവികൻ എക്സ്പ്ലോർ ചെയ്യുന്നു, ഓഷ്യനിലെ ട്രാവൽ ചെയ്തിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി പോം ഫോർ ദി പേഴ്സൺ ഹൂ ബൈസ് ആൻഡ് സെൽസ്.
ഒരു പേഴ്സൺ ഹൂ ബൈസ് ആൻഡ് സെൽസിലെ വാങ്ങുകയും വിൽക്കുകയും സെല്ലുകയും ചെയ്യുന്ന ആളിന് പറയുന്ന പേരെന്താണ്, വേർഡ് എന്താണ്? പിക്ക് ഔട്ട് ദി വേർഡിൽ ആ വേർഡ് പിക്ക് ചെയ്യാനാണ് ഫ്രം ദി പോയം, പോയത്തിൽ നിന്നുള്ള വേർഡ്. ഫോർ എന്തിനുള്ള വേർഡാണ്? ദി പേഴ്സൺ ഹൂ ബൈസ് ആൻഡ് സെൽസ് അല്ലെ, സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളിനെ പറയുന്ന പേരെന്താണ്, ആ വേർഡ് എന്താണ്? അല്ലെ മെർച്ചൻ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ, കച്ചവടക്കാരൻ അല്ലേ, കച്ചവടക്കാരാണ് അല്ലേ സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. മെർച്ചൻ്റ് ആണല്ലേ, കച്ചവടക്കാരനാണ്, അപ്പോൾ മെർച്ചൻ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ഫാമിംഗ് ഈസ് എ നോബിൾ പ്രൊഫഷൻ? എക്സ്പ്ലെയിൻ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഫാമിംഗ് ഒരു മഹത്തായിട്ടുള്ള പ്രൊഫഷനാണ്, ജോലിയാണല്ലേ, നോബിൾ പ്രൊഫഷൻ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? യെസ്, അതെ, ഒരു നോബിളായിട്ടൊരു മഹത്തായിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ് ഫാമിംഗ്. ഫാമിംഗ് ഈസ് ദി ഓൺലി പ്രൊഫഷൻ അല്ലേ, ഫാമിംഗ് മാത്രമാണ് ഒരേ ഒരു പ്രൊഫഷൻ ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫീഡിങ് എവ്രി വൺ ഇൻ ദിസ് വേൾഡിൽ. ഈ ലോകത്തിലുള്ള എല്ലാവരെയും എവ്രി വണ്ണിനും ഫീഡ് ചെയ്യാൻ വേണ്ടി, ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു നോബിൾ പ്രൊഫഷൻ ആണല്ലേ, ഒരു മഹത്തായിട്ടുള്ളൊരു ജോലി തന്നെയാണ്. ഈ ഫസ്റ്റത്തെ ആക്ടിവിറ്റി 1, റീഡ് ദി ഫോളോവിങ് ലൈൻസ് ഫ്രം ദി പോം. ഈ പോയത്തിൽ നിന്നുള്ള ലൈൻസിലെ ദി റൈറ്റർ തിങ്സ്, ദി പോയറ്റ് സിങ്സ്, ദി ക്രാഫ്റ്റ്മാൻ ഫാഷൻ വണ്ടറസ് തിങ്സ്, ദി ഡോക്ടർ ഹീൽസ്, ദി ലോയർ പ്ലീഡ്സ് അല്ലേ, നമ്മുടെ പോയത്തിലുള്ള ലൈൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിലുള്ള ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് ദി റൈമിംഗ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ അല്ലേ, ഇതിൽ നിന്നുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. വാട്ട് ഈസ് റൈമിംഗ് വേർഡ്സ് അല്ലേ, ലാസ്റ്റുള്ള സൗണ്ട് ഒരേ ഉച്ചാരണം വരുന്നത് അല്ലേ, സിങ്സ് തിങ്സ് അല്ലേ, ലാസ്റ്റത്തെ സൗണ്ട് ഒരേപോലെയാണ് വരുന്നത്. പ്ലീഡ്സ് ലീഡ്സ്, ഓരോ ലൈൻസിൻ്റെ എൻഡിലുള്ള ഈ വേർഡ്സ് അല്ലേ, ഇത് രണ്ടും റൈമിംഗ് വേർഡ്സ് ആണ്. പ്ലീഡ്സും ലീഡ്സും റൈമിംഗ് വേർഡ്സ് ആണ്. അതേപോലെ ബിഫോൾ ഓൾ അല്ലേ, രണ്ടിൻ്റെ ലാസ്റ്റത്തെ സൗണ്ട് ഓൾ അല്ലേ, ബിഫോൾ ഓൾ. അപ്പോൾ ഇത്രയും റൈമിംഗ് വേർഡ്സ് ആണ് ഇതിലുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദി പോയം ദി ഫാമർ, നമ്മുടെ പോയം അല്ലേ ദി ഫാമർ എന്നുള്ള പോയത്തിൽ എ ലൈൻ ഈസ് റിപ്പീറ്റഡ് അല്ലെ, ഒരു ലൈന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് സ്റ്റാൻസ, ഓരോ സ്റ്റാൻസയുടെയും അവസാനം അല്ലേ റിപ്പീറ്റ് ആയിട്ട് എൻഡിലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദി റിക്കറിങ് ലൈൻ, ആ ലൈൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് അല്ലേ. എല്ലാ ലൈനിലും ഈ സ്റ്റാൻസയിലും ഉണ്ടല്ലേ, ദി ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ആൾ അല്ലേ, ഫാമർ കർഷകനാണ്, എല്ലാവരെയും ഫീഡ് ചെയ്യിപ്പിക്കുന്നത്, ഭക്ഷണം നൽകുന്നത് ഫാമറാണ് അല്ലേ, ഈ സ്റ്റാൻസയിലുണ്ട്. അതേപോലെ എല്ലാ സ്റ്റാൻസയിലും എല്ലാ പാരഗ്രാഫിലും അവസാനത്തെ ലൈന് ഈ ലൈനാണ് അല്ലേ, ദി ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ആൾ അല്ലേ, റിപ്പീറ്റഡ് ആയിട്ട് എൻഡിൽ വരുന്ന ആ ലൈന് എഴുതാനാണ് പറഞ്ഞത്. ആക്ടിവിറ്റി 2, ദർ ആർ സെവറൽ പീപ്പിൾ ഹൂ പെർഫോം വേരിയസ് ഡ്യൂട്ടീസ്. സെവറൽ പീപ്പിൾസ്, ധാരാളം ആളുകളുണ്ട്, ഹൂ പെർഫോം വേരിയസ് ഡ്യൂട്ടീസ്, ഓരോ ഡ്യൂട്ടീസ് ഓരോ ജോലികൾ ചെയ്യുന്ന. ലെറ്റ്സ് ഫൈൻഡ് സം ഓഫ് ദം, നമുക്കതിൽ ചിലത് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ, എ പേഴ്സൺ ഹൂ ഡിസൈൻസ് ബിൽഡിങ്സ് ആൻഡ് ഹൗസസ് അല്ലേ, വീടും ബിൽഡിങ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് പറയുന്ന പേരെന്താണ്, ആ ഡ്യൂട്ടിക്ക് പറയുന്ന പേരെന്താണ് അല്ലേ. ആർക്കിടെക്ട്സ് ആണ് അല്ലേ, ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അല്ലേ, അവരാണ് ബിൽഡിങ് ഹൗസിൻ്റെ ഒക്കെ ഡിസൈൻ രൂപം അല്ലേ, മാപ്പ് വരയ്ക്കുന്നത്, പ്ലാൻ വരയ്ക്കുന്നത് അല്ലേ, ഡിസൈൻ വരയ്ക്കുന്നത് ആർക്കിടെക്ട്സ് ആണ്, ഡിസൈൻ ചെയ്യുന്നത് ആർക്കിടെക്ട്സ് ആണ്, അത് ഉണ്ടാക്കുന്നത് ആരാണ്, എഞ്ചിനീയേഴ്സ് ആണ്. സെക്കൻഡ് വൺ, എ പേഴ്സൺ ഹൂ പ്രിപ്പയർ ഫുഡ് ഇൻ എ റെസ്റ്റോറൻറ്റ് അല്ലേ, ഒരു പേഴ്സൺ ഹൂ പ്രിപ്പയർ അല്ലേ, ഉണ്ടാക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്ന ആൾ, ഇൻ എ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകളിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ആളെ പറയുന്ന പേഴ്സണിനെ പറയുന്ന പേരെന്താണ്, ഷെഫ് അല്ലേ. ഫുഡ് ഉണ്ടാക്കുന്ന കുക്കില്ലേ, ആ കുക്കിൻ്റെ പേരെന്താണ്, ഷെഫ് എന്നാണ്. തേർഡ് വൺ, എ പേഴ്സൺ ഹൂ ട്രീറ്റ്സ് പേഷ്യൻസ് അല്ലേ, ഒരു പേഴ്സൺ ഹൂ ട്രീറ്റ്സ് പേഷ്യൻസിനെ രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ചികിത്സിക്കുന്ന ആളെ പേരെന്താണ്, ഡോക്ടർ. ഫോർത്ത് വൺ, എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു പ്രിവെൻറ്റ് ഫയർ ആക്സിഡൻസ് എ പേഴ്സൺ ഹൂസ് ജോബ് അല്ലേ, അവരുടെ ജോബ് എന്താണ്, ഫയറിൽ കൊണ്ടുണ്ടാവുന്ന തീ കൊണ്ടുണ്ടാവുന്ന ആക്സിഡൻസ് പ്രിവെൻറ്റ് ചെയ്യുക, തടയുക അല്ലേ, ഫയർ കെടുത്തുക എന്നുള്ള പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ജോബ് ആരുടേതാണ്, ഫയർ ഫൈറ്റേഴ്സിൻ്റെതാണ് അല്ലേ, ഫയർ ഫൈറ്റർ. ഫയറിനോട് ഫൈറ്റ് ചെയ്യുന്ന ആളില്ലേ, ഫയറിനെ ഇല്ലാതാക്കുന്ന ആൾ, ഫയർ ഫൈറ്റർ. ആക്ടിവിറ്റി 3, ലെറ്റ്സ് വിഷ്വലൈസ് ദി പോയം ദി ഫാമർ അല്ലേ, ഫാമർ എന്നുള്ള നമ്മുടെ പോയം വിഷ്വലൈസ് ചെയ്യാം, അതായത് കാണുന്ന തരത്തിൽ വിഷ്വലായിട്ട് നമുക്ക് കാണുന്ന രൂപത്തിലാക്കാം. പ്രിപ്പയർ എ കൊറിയോഗ്രഫി സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓൺ ദി സ്റ്റാൻസാസ് അല്ലേ, ഈ സ്റ്റാൻസാസ് അല്ലേ, ആ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ട് ഒരു കൊറിയോഗ്രഫി സ്ക്രിപ്റ്റ്, അതായത് ഒരു നാടകം അല്ലേ, ആ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞത് അല്ലേ. ഒരു നാടകം പോലെ നമുക്ക് കാണുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അല്ലേ, അതെങ്ങനെയൊക്കെ അല്ലേ, ആരൊക്കെ ഉണ്ടാകും അല്ലേ, ലൊക്കേഷൻസ് എന്തൊക്കെയാണ് അല്ലേ, ഏതൊക്കെ ക്യാരക്ടേഴ്സ് വേണം എന്നുള്ളതൊക്കെ കൊറിയോഗ്രഫി സ്ക്രിപ്റ്റ് പോലെ എഴുതിയെടുക്കണം. അപ്പോൾ മൈ കൊറിയോഗ്രഫി സ്ക്രിപ്റ്റ് അല്ലേ, എൻ്റെ കൊറിയോഗ്രഫീൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ടൈറ്റിൽ ഓഫ് ദി പോയം, പോയത്തിൻ്റെ ടൈറ്റിൽ എന്താണ്, ഹെഡ്ലൈൻ എന്താണ്, ദി ഫാമർ എന്നാണ് അല്ലേ, ഫാമറാണ്. തീം ഓഫ് ദി പോയം, ഈ പോയത്തിൻ്റെ തീം എന്താണ്, ലക്ഷ്യം എന്താണ് അല്ലേ, ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ് ആൻഡ് ഫാമേഴ്സ്, ഫാമേഴ്സിൻ്റെയും കർഷകരുടെയും ഫാമിങ്ങിലെ കൃഷിയുടെയും ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതാണ് അതിൻ്റെ തീം എന്നുള്ളത് അല്ലേ. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടല്ലേ പറയുന്നത്, കൃഷിയുടെയും കർഷകരുടെയും ഇമ്പോർട്ടൻസിനെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതാണ് അതിൻ്റെ തീം. ലൊക്കേഷൻസ്, പ്ലേസ്, സ്ഥലങ്ങൾ, ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. പാലസ് വേണം, കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, അപ്പോൾ കൊട്ടാരം വേണം അല്ലേ, പാലസ് വേണം, ഗ്രൗണ്ട് വേണം,
ബോർഡ് ഓൺ എ ഷിപ്പ്, ഷിപ്പിലുള്ള ഒരു സ്ഥലം വേണം. ഫാം വേണം അല്ലേ, കൃഷി സ്ഥലം വേണം അല്ലേ, കർഷകനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാടകം അവതരിപ്പിക്കാൻ ഏതൊക്കെ പ്ലേസസ്, ലൊക്കേഷൻസ് ഏതൊക്കെ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ, ഡോക്ടറെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എഴുതാം, അല്ലെങ്കിൽ സ്കൂൾ എഴുതാം. ടീച്ചറെ കുറിച്ച് പറയുന്നുണ്ട്, മെർച്ചൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മെർച്ചൻറ്റിൻ്റെ സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പ് എഴുതാം അല്ലേ. അതൊക്കെ പ്ലേസ് ആക്കി ലൊക്കേഷൻസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ. ക്യാരക്ടേഴ്സിലെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആളുകളാണ് അതിലുള്ളത്. ഇവിടെ കിങ് ഉണ്ട് അല്ലേ, കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടർ കിങ് ആയിട്ടുള്ള ഒരാൾ വേണം. നെക്സ്റ്റ് സോൾഡിയർ വേണം, സെയിലർ വേണം, റൈറ്റർ വേണം, പോയിറ്റ് വേണം, ക്രാഫ്റ്റ്മാൻ വേണം, ഡോക്ടർ വേണം, മൈനർ അല്ലേ, മൈനിങ് അല്ലേ, കുഴിച്ച് എടുക്കുന്ന ആളില്ലേ, മെർച്ചൻ്റ് വേണം, കച്ചവടക്കാരൻ, ടീച്ചർ വേണം, ഫാമർ അല്ലേ, കർഷകൻ വേണം. അപ്പോൾ ഇത്രയും ആളുകൾ, ഇത്രയും ക്യാരക്ടേഴ്സ് നമ്മുടെ ഈ നാടകത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സ്ക്രിപ്റ്റിൽ നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ നെയിം എഴുതുക അല്ലേ. പ്രോപ്പർട്ടീസ്, അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, അവർക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ വേണം അല്ലേ. കിങ്ങിന് എന്താണ് വേണ്ടത്, ക്രൗൺ വേണം അല്ലേ, രാജാവാണ്, അപ്പോൾ ഒരു കിരീടം നമുക്ക് വേണം. പിന്നെ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമുക്ക് വേണ്ടത്, അതേപോലെ പ്ലഫ് വേണം അല്ലേ, നില കൊയ്ത് മറിക്കാനുള്ള ആ സാധനം വേണം അല്ലേ, കർഷകന് വേണ്ടി വരും. അതേപോലെ ടീച്ചർക്ക് എന്ത് വേണം, പെന്ന് വേണം, ഡോക്ടറിന് സ്റ്റെതസ്കോപ്പ് വേണം, ചാക്ക് വേണം, ഒരു മൈക്ക് വേണം, അതേപോലെ കോയിൻസ് വേണം അല്ലെ, കച്ചവടം ചെയ്യുന്ന ആൾക്ക് കോയിൻസ് വേണമെങ്കിൽ അതെടുക്കാം അല്ലെ. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ട പ്രോപ്പർട്ടീസ് നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. നെക്സ്റ്റ് ഇവൻറ്റ്സ്, എന്തൊക്കെ ഇവൻറ്റ്സ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഫസ്റ്റത്തെ രംഗമല്ലേ, രംഗം 1, രംഗം 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ എൻ്റർ ചെയ്യുന്നതും അതുപോലത്തെ ഇവൻറ്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. ഫസ്റ്റ് ഇതിൽ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, ദി കിങ് എൻറ്റേഴ്സ് ആൻഡ് വാച്ചസ് ഹിസ് സബ്ജക്ട്സ്. ദി കിങ് എൻറ്റേഴ്സ് അല്ലേ, കിങ് രാജാവ് എൻ്റർ ചെയ്യുന്നത്, അതായത് കടന്നു വരുന്നത്. ആൻഡ് വാച്ചസ് ഹിസ് സബ്ജക്ട്സ് അല്ലേ, അദ്ദേഹത്തിൻ്റെ സബ്ജക്ട്സ് ഒക്കെ വാച്ച് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത് അല്ലേ, രാജഭടന്മാരൊക്കെ നിരീക്ഷിക്കുന്നത്, വാച്ച് ചെയ്യുന്ന ഒരു സീന് ഫസ്റ്റ് നമുക്ക് കൊടുക്കാം. ദി സോൾഡിയേഴ്സ് മാർച്ച് ആൻഡ് സല്യൂട്ട് എവരി വൺ. സോൾഡിയേഴ്സിലെ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നതും അതുപോലെ സല്യൂട്ട് അടിക്കുന്നതും, എല്ലാവർക്കും സല്യൂട്ട് കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു രംഗം, ഒരു ഇവൻറ്റ് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഇതൊക്കെ നാടകം പോലെ അവതരിപ്പിക്കാനുള്ള സ്ക്രിപ്റ്റ് ആണല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ അവതരിപ്പിക്കണം. അപ്പോൾ ഇതേപോലെയുള്ള ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇതേപോലെ നിങ്ങൾ നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇവൻറ്റ്സ് ആണല്ലേ, ഇങ്ങനെ ഓരോ സോൾഡിയേഴ്സ് ഒരാളാവുക, കിങ് ഒരാളാവുക, എന്നിട്ട് ഇതേപോലെ ചെയ്യുക അല്ലേ. ദി സെയിലർ വർക്ക്സ് ഓൺ ബോർഡ് ദി ഷിപ്പ് അല്ലേ, ഷിപ്പ്. അപ്പോൾ ആ ഷിപ്പിൻ്റെ ബോർഡിൽ വർക്ക് ചെയ്യുന്ന, ജോലി എടുക്കുന്ന ഒരു സെയിലർ, ഒരു നാവികനെ നമുക്ക് കാണിക്കാം. ദി ഫാമർ വർക്ക്സ് ഇൻ ഈസ് ഫീൽഡ് ആൻഡ് പ്രൊവൈഡ് ഫുഡ് ഫോർ ആൾ. ഫാമർ അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ, വയലിലെ കൃഷിസ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്, എന്നിട്ട് എന്താണ് എല്ലാവർക്കും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു രംഗം, ഒരു ഈവൻറ്റ് നമുക്കവിടെ കാണിക്കാം. പോയത്തിൽ എന്തൊക്കെ ഉണ്ടല്ലേ, ഓരോ വരിയിലും ഓരോരുത്തർ ചെയ്യുന്ന ജോലികളിലെ ഓരോ ക്യാരക്ടേഴ്സ് ഓരോരുത്തർ എടുത്തിട്ട് അവരെന്തൊക്കെ ചെയ്യും എന്നുള്ളത് സ്ക്രിപ്റ്റ് പോലെ നമ്മൾ എഴുതണം. നെക്സ്റ്റ് റൈറ്റർ എന്ത് ചെയ്യില്ലേ, റൈറ്റർ ഉണ്ടല്ലേ, എഴുത്തുകാരുണ്ടല്ലേ, റൈറ്റർ റൈറ്റ്സ് എ സ്റ്റോറി, ഒരു സ്റ്റോറി എഴുതുന്നത് പോലെ നമുക്ക് കാണിക്കാം അല്ലെ. പോയിറ്റ് സിങ്സ് അലൗഡ്, ഒരു പോയിറ്റ് ഉറക്കെ പാടുന്നത് കാണിക്കാം. ദി ഡോക്ടർ ട്രീറ്റ്സ് പേഷ്യൻസ് അല്ലേ, ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനെ, രോഗികളെ ട്രീറ്റ് ചെയ്യുന്നത്, ചികിത്സിക്കുന്നത് കാണിക്കാം. ലോയർ സ്റ്റാൻഡ്സ് ബിഫോർ ദി കോർട്ട്, കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വക്കീൽ ലോയറിനെ കാണിക്കാം. മൈനർ ഡിഗ്സ് ദി ഗ്രൗണ്ട്, നമ്മളെ ഗോൾഡൊക്കെ മണ്ണിൽ നിന്നും ഖനിച്ചെടുക്കുന്ന ആളുകളിലെ മൈൻ ചെയ്യുന്ന ആൾക്കാർ എന്താണ്, ഗ്രൗണ്ട് ഡിഗ് ചെയ്യുന്ന ഒരു ഇമേജ് കൊടുക്കാം അല്ലെ, ഒരു ഇവൻറ്റ് കൊടുക്കാം. അതേപോലെ ഫാമർ പ്രൊവൈഡ് ഫുഡ് ഫോർ ആൾ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു കർഷകനല്ലേ, എല്ലാ ലൈനിലും അത് റിപ്പീറ്റഡ് ആണ്, അപ്പോൾ നമുക്ക് അത് ഒന്നുകൂടി കാണിക്കാം അല്ലേ. ടീച്ചർ സ്റ്റുഡൻസിലെ, ടീച്ചർ എന്താണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ ഇവൻറ്റും നമുക്ക് കാണിക്കാം. നൗ പെർഫോം ദി കൊറിയോഗ്രഫി ഇൻ യുവർ ക്ലാസ് അല്ലേ, ഇനി എന്താണ് ഈ കൊറിയോഗ്രഫി നിങ്ങളുടെ ക്ലാസ്സിൽ പെർഫോം ചെയ്യുക അല്ലേ. സ്ക്രിപ്റ്റ് എഴുതി നമുക്ക് എന്താണ് ഈ നാടകം പോലെ ഇത് ഓരോ ഇവൻറ്റ്സ് ഓരോരുത്തർ ഏറ്റെടുത്തിട്ട് അത് കളിച്ച് കാണിക്കുക. ആക്ടിവിറ്റി 4, പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ഫോർ ആൻ ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂക്കുള്ള ക്വസ്റ്റ്യൻ പ്രിപ്പയർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ആരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടതെന്ന് താഴെയുണ്ട്. ഇമാജിൻ ദാറ്റ് ദർ ഈസ് എ ഫാമർ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ സ്ഥലത്ത് ലൊക്കാലിറ്റിയിൽ ഒരു ഫാമർ, ഒരു കർഷകൻ ഉണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. ഹി മേക്സ് യൂസ് ഓഫ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ. അദ്ദേഹം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, കൃഷിയുടെ അഗ്രികൾച്ചറിൻ്റെ നാച്ചുറൽ മെത്തേഡാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതായത് കീടനാശികളൊന്നും ഉപയോഗിക്കാത്തുള്ള നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ കൾട്ടിവേറ്റ് വെജിറ്റബിൾസ്, ബനാനാസ് ആൻഡ് അതർ ഫ്രൂട്ട്സ് അല്ലേ, അദ്ദേഹം വിളവെടുക്കുന്നത്, കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, പച്ചക്കറികൾ, ബനാനാസിലെ വാഴക്കൃഷിയും അതുപോലെ തന്നെ ആൻഡ് അതർ ഫ്രൂട്ട്സ്, മറ്റ് ഫ്രൂട്ട്സും പഴങ്ങളുമാണ് അദ്ദേഹം കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഹിസ് ഫാമിലി സപ്പോർട്ട്സ് ഹിം, അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹി ഹാസ് എ ഗുഡ് ഈൽഡ് എവറി ഇയർ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു വരുമാനം, ഈൽഡ് എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. ഹി സെൽസ് ഹിസ് പ്രൊഡക്ട്സ് ഇൻ ദി ഫാമേഴ്സ് സൊസൈറ്റി, അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ട്സിലെ ഈ വിളവെടുത്ത് കിട്ടുന്ന പച്ചക്കറിയൊക്കെ എവിടെയാണ് വിൽക്കുന്നത്, സെല്ല് ചെയ്യുന്നത്, ഫാമേഴ്സിൻ്റെ സൊസൈറ്റിയിലാണ്, ആ സൊസൈറ്റിയിലാണ് വിൽക്കുന്നത്. ഫാമിംഗ് ഹാസ് ബിക്കം ഹിസ് പ്രൊഫഷൻ അല്ലേ, ഫാമിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷൻ, ഒരു ജോലിയായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഹി എൻജോയ്സ് ഇറ്റ്സ് വെരി മച്ച്, അദ്ദേഹം അത് വളരെയധികം എൻജോയ് ചെയ്തിരുന്നു, ആസ്വദിച്ചിരുന്നു. ദി നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ്സ് ടു ഇൻ്റർവ്യൂ ദി ഫാമർ.
നിങ്ങളുടെ സ്കൂളിലെ നാച്ചുറൽ ക്ലബ്ബ് അല്ലേ, നാച്ചേഴ്സിൻ്റെ ക്ലബ്ബ് എന്താണ്, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ, ആ ഫാമറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഫോർ ദി ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ, ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന ഫാമറെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് 5 ക്വസ്റ്റ്യൻസ് ആ ഫാമറെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഫാമറോട്, കർഷകനോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം? വാട്ട് ഇൻസ്പയർ യു ടു ബിക്കം എ ഫാമർ അല്ലേ, നിങ്ങളെ എന്താണ് ഇൻസ്പയർ ചെയ്തത്, പ്രചോദിപ്പിച്ചത്? ടു ബിക്കം എ ഫാമർ, ഒരു കർഷകനാവാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്തത് എന്താണെന്ന് ചോദിക്കാം. എല്ലാവരും ഫാമിങ് ചൂസ് ചെയ്യില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ ഫാമർ ആവാൻ, ഒരു കർഷകനാവാൻ ഇൻസ്പയർ ആയത് നിങ്ങളെ എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് ചോദിക്കാം അല്ലേ. സെക്കൻഡ് വൺ, വാട്ട് കൈൻഡ് ഓഫ് ക്രോപ്സ് ഡു യു ഗ്രോ ഇൻ യുവർ ഫാം? ഏതൊക്കെ തരം ക്രോപ്സ്, വിളകളാണ് നിങ്ങളുടെ ഫാമിലിലെ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്, വളർത്തുന്നത്? തേർഡ് വൺ, വൈ ഡു യു പ്രിഫർ നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ? എന്തുകൊണ്ടാണ് നാച്ചുറൽ മെത്തേഡ്സ് അഗ്രികൾച്ചറിലെ കൃഷിസ്ഥലത്ത് യൂസ് ചെയ്യാൻ കാരണം എന്താണ്? പെസ്റ്റിസൈഡ്സ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല അല്ലെ, നാച്ചുറലായിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. ഫോർത്ത് വൺ, ഹൗ ഡു യു ടേക്ക് കെയർ ഓഫ് യുവർ പ്ലാന്റ്സ് ആൻഡ് സോയിൽ? നിങ്ങളുടെ പ്ലാന്റ്സ്, ചെടികളും മണ്ണിനെയും എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, ടേക്ക് കെയർ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലേ? മണ്ണിനെയും പ്ലാന്റ്സിനൊക്കെ രോഗങ്ങളൊക്കെ കൂടാതെ ടേക്ക് കെയർ ചെയ്യാൻ നല്ല പണിയാണല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം അല്ലേ, ക്യാൻ യു ടെൽ അസ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് വിത്ത് ദി ഫാമേഴ്സ് സൊസൈറ്റി? ഫാമേഴ്സ് സൊസൈറ്റിയുമായിട്ടുള്ള എക്സ്പീരിയൻസിലെ അനുഭവം എന്താണ് ഷെയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാം അല്ലേ. എങ്ങനെയാണെന്ന് പറയാമോ അല്ലേ, ക്യാൻ യു ടെൽ അസ് അല്ലേ, അതിനെക്കുറിച്ച് പറയാമോ, അല്ലെങ്കിൽ കൃഷി രീതിയെ കുറിച്ചിട്ട് പറയാമോ അല്ലേ, ഓരോന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓരോന്ന് ചോദിച്ചറിയാം അല്ലേ. നെക്സ്റ്റ്, വാട്ട് ആർ സം ഓഫ് ദി ചാലഞ്ചസ് യു ഫേസ് ആസ് എ ഫാമർ? എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങളൊരു കർഷകൻ എന്ന നിലയിൽ ഫേസ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ്, എന്തൊക്കെ മറികടക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ഫാർമർ, ഒരു കർഷകനായിട്ടുള്ളതിൽ എന്ന് ചോദിക്കാം. വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് അവർ സ്റ്റുഡൻസ് അബൌട്ട് ഫാമിംഗ്? വാട്ട് മെസ്സേജ്, ഒരു മെസ്സേജ് ഇല്ലേ, വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് അവർ സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയൊരു മെസ്സേജ് അബൌട്ട് ഫാമിംഗ്, കൃഷിയെ കുറിച്ചിട്ട് ഒരു മെസ്സേജ് ഷെയർ ചെയ്യാൻ എന്ത് മെസ്സേജ് ആയിരിക്കും നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് ചോദിക്കാം. നെക്സ്റ്റ്, ഹൗ ഡു യു പ്രൊട്ടക്ട് യുവർ ക്രോപ്സ് ഫ്രം പെറ്റ്സ് ആൻഡ് ഡിസീസസ്? എങ്ങനെയാണ് നിങ്ങളുടെ വിളകളെ, ക്രോപ്സിനെ പെസ്റ്റിൽ നിന്നും, ഇൻസെക്റ്റിൽ നിന്നും, പെറ്റ്സിൽ നിന്നും, ഡിസീസസിൽ നിന്നും, ഓരോ രോഗങ്ങൾ വരുമല്ലേ ക്രോപ്സിന്, വിളകൾക്ക്, അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഹൗ ഡു യു പ്രൊട്ടക്ട്, എങ്ങനെയാണ് അതിനെയൊക്കെ സംരക്ഷിക്കുന്നത്? നെക്സ്റ്റ്, ഹൗ ഡസ് ഫാമിംഗ് മേക്ക് യു ഫീൽ? എങ്ങനെയാണ് നിങ്ങളെ ഫാമിംഗ്, കൃഷി എങ്ങനെയാണ് നിങ്ങളെ ഫീൽ ചെയ്യിക്കുന്നത് അല്ലേ? ഹാപ്പി ആണോ അല്ലെ, സന്തോഷത്തിലാണോ, എന്താണ് നിങ്ങളുടെ ഫീലിംഗ് എന്ന് ചോദിക്കാം. ഓക്കെ, ഒരു ഇൻ്റർവ്യൂ ആണല്ലേ ഫാമറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചോദ്യങ്ങളും ചോദിക്കാം അല്ലേ. ആ ഫാമറോട്, ആ കർഷകനോട് നിങ്ങൾക്ക് ചോദിക്കാനും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. വീഡിയോ വേണ്ടവർ പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.